എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ചെയ്യുന്നത്. ഇത് വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഒരു തീരുമാനം എടുത്തത്. നമ്മളൊരു സ്നേഹ സംവാദം, അത് ഭക്തന്മാർക്കുള്ള ഒരു പരിപാടി. ഇത് ഫോണിലൂടെ വിളിക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഭക്തന്മാർ പറഞ്ഞു തരണം, ഭക്തന്മാർക്ക് അറിയാത്ത കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യം പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും തീർത്ഥയാത്ര നടത്തുകയും ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ കൂടുതലായിട്ട് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ നേരിട്ട് ഫോണിലൂടെ സംസാരിക്കാം. വൈകുന്നേരം ഒരു 4 മണി മുതൽ 5 മണി വരെയുള്ള ഒരു സമയമാണ് അത് കണ്ടെത്തിയത്. എല്ലാ സംശയം ചോദിക്കാം. പക്ഷേ നമ്മൾ മറ്റുള്ള പുരാണങ്ങളിലെ ഒരുപാട് സംശയമുണ്ട്. വായിച്ചിട്ട് അക്ഷരങ്ങളെക്കുറിച്ചിട്ട്, വാക്കുകളെക്കുറിച്ചില്ല, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഭക്തി സംബന്ധമായിട്ടുള്ളതും മറ്റേ യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, പിന്നെ ഇതിൻ്റെ ബേസിക് ഉള്ള ശാസ്ത്രം, ഇതിൻ്റെ അടിസ്ഥാന ശാസ്ത്രം, അങ്ങനെ ഭക്തിയുടെ അടിസ്ഥാന ശാസ്ത്രം, അതൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കുകയാണ് ഭക്തന്മാർക്ക് വേണ്ടിയുള്ള സ്നേഹ സംവാദം. അതിൻ്റെ പേര് ജ്ഞാനത്തെക്കുറിച്ചിട്ടുള്ളതാണ് നമ്മളധികവും അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭക്തന്മാരും 4 മണിക്ക് ശേഷം ഞാൻ ഈ നമ്പറിൽ കൊടുക്കാം, പറയാം. നമ്പർ 94 47 34 23 59, 94 47 34 23 59, 9447 3423 59, 94 47 34 23 59. ഇപ്പോൾ നേരിട്ട് സംസാരിക്കാം ഇതിനെപ്പറ്റി. അദ്ദേഹത്തിനോട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടാത്തത്, അല്ലെങ്കിൽ ഈശ്വരൻ ആര്, ദൈവം ആര്, ദൈവം ഉണ്ടോ, ഈശ്വരനുണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവാം. പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താ ഗുണം, ക്ഷേത്ര സന്ദർശനം നടത്തിയിട്ട് എന്താ ഗുണം, വിഗ്രഹം എന്നാൽ എന്ത്, വിഗ്രഹത്തെ കൊണ്ട് നമുക്കെന്താണ് ഗുണമുള്ളത്, അത് വിഗ്രഹം വേണോ, അല്ലാതെ നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരുപാട് സംശയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞാൽ മാത്രമേ, നമ്മളെ നേരിട്ട് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ സംശയങ്ങൾ തീർക്കാനാവും, നമുക്ക് ലക്ഷ്യസ്ഥാനത്തിൽ എത്തുകയും ചെയ്യും. എന്നോട് മാത്രം ചോദിച്ചാൽ പോരാ, അറിവുള്ള ആളുകളോട് നമ്മൾ ചോദിച്ച് പോകണം. അല്ലാതെ ഒരാളടിക്കുന്ന നമുക്ക് സർവ്വജ്ഞാനവും കിട്ടും എന്നുള്ള ഒരു ഉറപ്പൊന്നും വേണ്ട. കുറേ കാര്യങ്ങൾ എന്തായാലും കിട്ടും. അങ്ങനെ നമുക്കൊരു പുതിയ ഒരു വാതിൽ, ജ്ഞാനത്തിൻ്റെ ഒരു വാതിൽ നമ്മൾ തുറക്കാൻ പോവാണ്. എല്ലാവരും വിളിക്കുക, ഭക്തന്മാരായിട്ടുള്ള എല്ലാവർക്കും വിളിക്കുക. ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. അതുകൊണ്ട് അതിന് മടിയൊന്നും വേണ്ട, ആർക്കും വിളിക്കാം. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ, അതിൻ്റെ ഇടയ്ക്ക് വിളിക്കാൻ കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. പല സ്ഥലത്തും പോകേണ്ടത് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരണം ആവശ്യമാണ്. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതെത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.